ഹായ്. സോ ഒരു 4 to 5 months ബാക്ക് ഞാൻ നമ്മുടെ വൈറ്റിലയിലുള്ള വയലാട്ട് മഹീന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിക്വസ്റ്റ് പ്രകാരം. ലൈക്ക് അവർ നടത്തുന്ന ഒരു ഈവെന്റിനെ ബേസ് ചെയ്ത് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് ആ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് കിട്ടാൻ തുടങ്ങിയത്. കാര്യം കുറച്ച് റൂമേഴ്സ് അവരെ ബേസ് ചെയ്ത് ഇപ്പം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ കുറേ കമൻസ് വരുന്നുണ്ട്. പോഡ ഡാഷ് കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക, വീണ്ടും പോഡ ഡാഷ് ഞാൻ അവിടുത്തെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു, വാട്ട് എവർ ഇറ്റ് മേ ബി. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ, നമ്മൾ രണ്ട് സൈഡും കേട്ടിട്ടില്ല. പിന്നെ വയലാട്ട് മഹീന്ദ്ര ആദ്യമായിട്ട് വണ്ടി ഡെലിവറി കൊടുക്കുന്ന ഒരു കസ്റ്റമറൊന്നും അല്ല ഈ വ്ളോഗർ. പിന്നെ ഒരു വിഭാഗം നമ്മൾ കാണുന്നതാണ്, ഒരു വിഭാഗം വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് കാണിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെല്ലുക, മനഃപൂർവ്വം കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ ഇഷ്യൂ നടക്കുന്നത് വേറെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കുക, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്ത് അത് വൈറലാക്കുക, എന്നിട്ട് അത് ത്രൂ മാക്സിമം റീച്ച് ഉണ്ടാക്കുക, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക. ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാര്യം വയലാട്ട് മഹീന്ദ്ര ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഡെലിവറി കൊടുക്കുന്ന ഒരു കസ്റ്റമറൊന്നും അല്ല ഈ പറയുന്ന വ്ളോഗറോ ഒന്നും. അവർ വർഷങ്ങളായിട്ട് കസ്റ്റമേഴ്സിന് കാറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ലതിനെ നല്ലതെന്നും തെറ്റെന്താണെന്നും മനസ്സിലാക്കിയിട്ട് ഒരാളെ നമ്മൾ ബ്ലെയിം ചെയ്യാം. അല്ലാതെ വെറുതെ നമ്മൾ ഒരു റീലിൽ കണ്ടത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഡീലറിനെ നമ്മൾ ജനറലൈസ് ചെയ്യരുത് ആരെയും. സോ ആ ഒരു ഇൻഫർമേഷൻ പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു.